അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അബൂ ത്വാലിബിൻ്റെ വേർപാടിൻ്റെ വേദന മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ രോഗവും വർദ്ധിച്ചു കൊണ്ടിരുന്നു. തൻ്റെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആ സമയത്തും അവർ ഭർത്താവിനെ സഹായിച്ചു കൊണ്ടിരുന്നു. അനുഭവിക്കുന്ന വേദനകൾ പുറത്തറിയിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോൾ ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും പരിലാളനയുടെ തലോടൽ നൽകാൻ അവർ ശ്രദ്ധിച്ചു. വത്സലയായ ഒരു ഭാര്യയുടെ എല്ലാ ധർമ്മങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹ കൈക്കൊണ്ടിരുന്നു. അനാഥത്വത്തിൻ്റെ തൊട്ടിലിൽ വളർന്ന നബിക്കിത് മാതാവിൻ്റെ തണൽ തന്നെയായിരുന്നു. പ്രവാചകർക്ക് സേവനം ചെയ്യാനും വിശ്വസനീയായ ജീവിക്കാനും നിയോഗം നൽകിയ റബ്ബിനെ അവർ അത്യധികം സ്തുതിച്ചു കൊണ്ടിരുന്നു. ഇലാഹി അനുരാഗത്താൽ നിബിദ്ധമായിരുന്നു ആ ഹൃദയം. രോഗിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടെ കണ്ണു തുറക്കുമ്പോൾ പ്രവാചകർ തന്നെ പരിചരിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. തിരിച്ചു നൽകാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ലെന്ന് മനസ്സിലാക്കിയ അവർ അതിൽ ആശ്വാസം കണ്ടെത്തി. ഇളയ മകൾ ഫാത്തിമ നിറകണ്ണുകളോടെ ദൂരെ നോക്കി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളുടെ കണ്ണുനീർ തുടച്ച് സമാശ്വസിപ്പിക്കുന്നു. സങ്കടത്തോടെ മാതാവിനെ സന്ദർശിക്കുന്നവരെ കാണുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ വീണ്ടും അണപൊട്ടുന്നു. രോഗിണിയായ ഭാര്യയുടെ അന്ത്യനിമിഷങ്ങൾ അടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു തന്നെ നിന്നു. തന്നെ എപ്പോഴും ആദ്യം സ്വീകരിച്ചിരുന്നവർ, തനിക്ക് സമുദായത്തിനും സർവാത്മന താങ്ങും തണലുമായവർ, സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ട മഹദി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു സലാം പറഞ്ഞത് മക്കൾ അറിഞ്ഞപ്പോൾ അവർക്ക് ആവേശമായി. സന്തോഷത്തിൻ്റെ നനവ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഷഹാദത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിക്കാത്ത അബൂ ത്വാലിബിൻ്റെ അവസ്ഥയും തൻ്റെ മാതാവിൻ്റെ സൗഭാഗ്യവും അവൾ മാറി മാറി ചിന്തിച്ചു. എന്നിട്ടറിയാതെ പാരായണം ചെയ്തു, ഇന്നക ലാ തഹ്ദീ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ കിടക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നിമിഷാനിമിഷവും ലോകത്തോടകന്നു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാന വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. 3 പെൺമക്കളും നോക്കി നിൽക്കെ പ്രവാചക സവിധത്തിൽ വെച്ച് ഖദീജ റളിയല്ലാഹു അൻഹ നാഥനിലേക്ക് ഉയർന്നു. വാർത്ത മക്കയിലാകെ പരന്നു. എല്ലാവർക്കും നല്ലതു മാത്രം പറയാനുള്ള മഹദിയുടെ വിയോഗ വാർത്ത ഹൃദയമിടിപ്പോടെ അവർ കൈമാറി. മുസ്ലിങ്ങളെല്ലാം തൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹ നോക്കി നിന്നു. അന്നവർ മുഴുവൻ ദുഃഖത്തിൽ പങ്കുചേർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖബറിലേക്ക് ഇറക്കി മഹദിയെ കിടത്തി ശേഷം നീണ്ട ദുആ ചെയ്തു. അന്ന് സമയത്ത് മയ്യത്ത് നിസ്കാരം നിയമമായിരുന്നില്ല. എല്ലാം കണ്ട് ദുഃഖിതയായി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറങ്ങി. പക്ഷേ അള്ളാഹുവിൻ്റെ തൻ്റെ മാതാവിന് നൽകിയ സ്ഥാനങ്ങൾ തിരുനബിയിൽ നിന്നും കേട്ടപ്പോൾ ഹൃദയം കൊണ്ട് പുഞ്ചിരിച്ചു. ഒരേ സമയം രാത്രിയും പകലും സന്ധിക്കുന്നു, ചിരിയും കരച്ചിലും ഒരുമിക്കുന്നു. ഭൗതിക വേർപാടിൻ്റെ ദുഃഖവും ആത്മീയ സൗഭാഗ്യത്തിൻ്റെ സന്തോഷവും. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ സഹോദരിമാർക്കൊപ്പം വീടൊക്കെ ഒരുക്കി വെച്ച് പിതാവിൻ്റെ ദുഃഖത്തിൽ കനം കുറക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഉറ്റമിത്രങ്ങളും സഹായികളുമായ രണ്ടാം വിയോഗ നബിയിൽ വരുത്തിയ ദുഃഖഭാരം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉൾക്കൊണ്ടു. അബൂ ത്വാലിബിൻ്റെ വിയോഗാനന്തരം ഖുറൈശികൾ കുമ്പുകുലുക്കാൻ തുടങ്ങിയത് ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരിച്ചറിഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പലായനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയിലെത്തി. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, അബൂ ത്വാലിബിൻ്റെ വിയോഗത്തോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഖുറൈശി വിദ്വേഷം വർദ്ധിച്ചു. ഒരു നാൾ കുറേ കുട്ടികൾ കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മണ്ണ് വാരിയിട്ടു. മണ്ണ് പറ്റിയ തലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസതിയിലേക്ക് കടന്നു ചെന്നു.
ആ സമയത്ത് നിലവിളിച്ചു കൊണ്ടോടിയെത്തിയ മകൾ തല കഴുകി വൃത്തിയാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, നീ കരയാതെ, നിശ്ചയം അല്ലാഹു മകളുടെ ഉപ്പയെ സംരക്ഷിക്കും. പ്രസ്തുത വർഷത്തിന് ആമുൽ ഉസ്ന് അഥവാ ദുഃഖവർഷമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പേര് വിളിച്ചു. ചരിത്രം ഇന്നും ആ വർഷത്തെ ആ പേരിൽ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്.